ജയ് ഹിന്ദ് TV പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെ ഈ ഓണക്കാലത്ത് ഞാനൊരു അതിഥിയെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ബഹുമാനപ്പെട്ട MP ശ്രീ അടൂർ പ്രകാശ് സാറാണ്. നമസ്കാരം. നമസ്കാരം. ഈ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും കുറച്ച് സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഓണവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനാണ് അപേക്ഷിക്കുന്നത്. നല്ല കാര്യമാണ്, നന്നായിരിക്കുന്നു. ജയ് ഹിന്ദിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഓണാശംസകൾ കാലേകൂട്ടി നേരുകയാണ്. ഓണത്തിൻ്റെ നല്ല വിശേഷങ്ങൾ നമുക്ക് പങ്കിടാൻ കഴിയണം. പങ്കിടുക മാത്രമല്ല, നാളുകളിലും ഈ ഓണം ഓർമ്മകളിൽ നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. നമ്മുടെ പാർട്ടിയെ സജ്ജീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാകണം. ഓണം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ നാളുകൾക്ക് വേണ്ടി ആണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആ പ്രതീക്ഷയുടെ നാളുകൾ നമുക്ക് നാളെ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരുമയോടുകൂടി, ഒത്തൊരുമയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വിഘടനവാദമല്ല നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഏകോപിപ്പിച്ച് ഒന്നിച്ച് ഒരുമയോട് എല്ലാവരെയും സൗഹാർദ്ദത്തോടെ, അതിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിനവസരം ഒരുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്മകൾ. സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓണത്തിൻ്റെ ഓർമ്മ കൂടി എന്ന് ഷെയർ ചെയ്യാമോ? ഓണത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്, കുട്ടിക്കാലത്ത് തൊട്ട് അടുത്തുള്ള, എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ തോടുണ്ടായിരുന്നു. ആ തോട്ടിൽ പോയി ഉച്ചയ്ക്ക് മുമ്പ് നന്നായി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു വരുന്ന ഓർമ്മകളാണ് സത്യത്തിൽ മനസ്സിൽ നിൽക്കുന്നത്. ഇന്നിപ്പോൾ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ആ തോടുകൾ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അന്നുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അവിടെ പോയി കുളിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉച്ചഭക്ഷണവും കഴിച്ച് കഴിയുമ്പോഴാണ് ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ ഒരു തുടക്കം കുറിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഓർമ്മയിൽ കൊണ്ടുവന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ ഇതാണോ ഓണം എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്ക് തീർച്ചയായിട്ടും അതല്ല. നമുക്കെപ്പോഴും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വേർതിരിവ് ഉണ്ടാകാതെ സൗഹാർദ്ദത്തോടു കൂടി മുമ്പോട്ട് പോകാനുള്ള അവസരം ഒരുക്കിയെടുക്കുകയാണ് ഏറ്റവും നന്മ ചെയ്യുന്ന കാര്യങ്ങളായി കാണാൻ കഴിയും. ഇത്രയും സീനിയറായിട്ട് ഇത്രയും അനുഭവ പരിജ്ഞാനമുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക്, ജനപ്രിയൻ എന്ന നിലയ്ക്ക് നമുക്ക് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ് ഈ ഒരു സമയത്ത്? തീർച്ചയായിട്ടും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരണം. ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു എങ്കിൽ മാത്രമേ നാളുകളിലും നമുക്ക് ആരുടെ മുമ്പിലും തല കുനിക്കാതെ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ ഞങ്ങളോടൊപ്പമുള്ളവരാണ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ചെറുപ്പക്കാരുടെ മുമ്പിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ടുള്ള കുറച്ച് പദ്ധതികളൊക്കെ ഉണ്ടാവുമല്ലോ, അതും കൂടെ നമ്മുടെ ജനങ്ങളെ ഒന്ന് അറിയിച്ചേക്കാം. അല്ല, നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള മുമ്പോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പുകളിൽ നിശ്ചയമായും പുതിയ ആളുകളെ കണ്ടെത്തി ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കി അവരെയൊക്കെ നമുക്ക് വിജയിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവരെ വിജയിപ്പിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നാളുകളിലും ഈ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി അല്ലെങ്കിൽ ഊർജം പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓർക്കണം. മാത്രമല്ല, 26-ൽ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ പൊതു തെരഞ്ഞെടുപ്പിലും സത്യത്തിൽ നമ്മളുടെയൊക്കെ മുമ്പിലുള്ളത്, നമ്മൾ UDFൻ്റെ നേതൃത്വത്തിൽ ഭരണം ഏറ്റെടുക്കുവാനും അതുണ്ടാക്കിയെടുക്കുവാനും വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. അതിന് എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ എല്ലാ അർത്ഥത്തിലും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എല്ലാവരും ഒരുമയോടുകൂടി പോകണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മളിപ്പോൾ വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇവൻറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. യശസ്വരീയനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ട് അങ്ങയിൽ നിന്നും കുറച്ച് വാക്കുകൾ കേൾക്കാനൊരാഗ്രഹം. ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം
ഒരു ഗുരു തുല്യനായിട്ടാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കാണാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പണ്ടുകാലം മുതൽ ഞാൻ എൻ്റെ KSU പ്രസ്ഥാനത്തിൽ എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ നാമധേയം കേൾക്കുക മാത്രമല്ല അദ്ദേഹത്തെ ആരാധനയോടുകൂടി കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ ഇന്നും എന്നും നിലനിൽക്കും. ആ ഓർമ്മകളുടെ മുമ്പിൽ ഒരിക്കലും നമുക്കൊരു മാറ്റം ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അത്രമാത്രം ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുകൊണ്ട് ജനങ്ങളോടുള്ള സൗഹാർദ്ദവും സ്നേഹവും ബന്ധവും എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ലാതെ കണ്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തോടൊപ്പം നടന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു നാമധേയത്തിൽ, ഇവിടെ ഒരു ട്രസ്റ്റിൻ്റെ നാമധേയത്തിൽ ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഓടിയെത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, ഉമ്മൻചാണ്ടിയെ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആദരവ് സൂചകമായിട്ട് തന്നെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുകയാണ്. അദ്ദേഹം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുപോകില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഓർക്കണം. ഈ ഓണ സമയത്തും അദ്ദേഹം എപ്പോഴും നമ്മളുടെ അടുത്തുണ്ട് എന്ന ഒരു ചിന്തയാണ് മനസ്സിലുള്ളത്. അങ്ങയുടെ വിലപ്പെട്ട വാക്കുകൾക്ക് ഒരുപാട് നന്ദി. താങ്ക് യു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓണമൊക്കെയാണ്. ഇപ്പം ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ മന്നയുടെ ടീമിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ഓണപ്പാട്ട് നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാനായിട്ട്. തുടർന്ന് നമുക്ക് കുറച്ച് പാട്ടുകളും ഡാൻസുകളും വേറെ പരിപാടികളും ഒക്കെ ഉണ്ടായിരിക്കും. അയ്യോ, ഇതാരാ ഈ വരുന്നേ? ഇതാരാ? ഒരു നല്ല കൈയടി കൊടുത്തേ. അപ്പോ മാവേലി തമ്പുരാനും വാമനനും പുലികളിയുടെ ആൾക്കാരും ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്കങ്ങ് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓണപ്പാട്ടിലേക്ക് വേണ്ടി ഞാൻ എൻ്റെ ടീമിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. പൂക്കളമേ
അങ്ങനെ നമുക്ക് ഓണം വന്നിരിക്കുകയാണ്. ഇഷ്ടമായോ എല്ലാവർക്കും പാട്ട്? ഒരു നല്ല കയ്യടി തന്നെ. അപ്പൊ പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കയ്യടികൾ തരണം കേട്ടോ. തരുവോ? ഒന്ന് നല്ല കയ്യടി തന്നെ നോക്കട്ടെ. അതാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഇവിടത്തെ തന്നെ ഒരു കുഞ്ഞു കലാകാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയയെ ഒരു സോളോ സോങ് പെർഫോമൻസിനായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. कभी मैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। साड़ी के बॉल सा कभी मैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। टच करके टच करके टच करके टच करके कहा दिल दी बच करके टच करके टच करके टच करके दिल से दिल अटैच किया रे। कभी छोड़ दिया दिल, कभी कैच किया रे। साड़ी के बॉल सा कभी मैच किया रे, कभी छोड़ दिया दिल, कभी कैच किया रे। പാടി കുഞ്ഞു ഞാനിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിലോടി വാ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ സ്നേഹതീരത്തിലെ തന്നെ ഇൻമേറ്റ്സ് ആയ പ്രിയ, അനിത, സുജി, സുഷമ, ശാന്തി ആൻഡ് സന്ധ്യ. വിത്ത് എ ലൗഡ് റൗണ്ട് ഓഫ് അപ്ലോസ്. എല്ലാവരും ഒരു നല്ല കൈയടി കൊടുത്തേ.
അടുത്തതായി ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്നേഹതീരത്തിലെ തന്നെ ഇൻമേറ്റ്സ് ആയ കുഞ്ഞുങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. ആർ യു ഓൾ എക്സൈറ്റഡ്? പോരാ, വിളിക്കണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട്? ഒരു നല്ല കൈയടിയോടെ കൂടി സ്വാഗതം ചെയ്തേ. യെസ്, വരൂ.